ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ ഡേ 21 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 4 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ ഒരു 3 സ്പൂൺ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൊടികൾ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ്സ് മാക്സിമം കിട്ടണത് നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. പിന്നെ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഹൈബിസ്കസ് പൗഡറാണ്. ഇത് നമ്മുടെ എന്താ പറയുക, ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി ഈ പൊടികളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്ന ഓരോ പൊടികളും അത് നിങ്ങൾക്ക് ഫ്രഷായിട്ട് വീട്ടിലെടുക്കാൻ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ യൂസ് എന്നാണ് കേട്ടോ എപ്പോഴും വരുന്നത്. ആഡ് ചെയ്ത് കൊടുക്കുന്നത് നീം പൗഡറാണ്, നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടി. അതും 1 സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ കറി ലീവ്സിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിവേപ്പില പൊടി അതും 1 സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് മൈലാഞ്ചിപ്പൊടിയാണ്, ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ ഒരു 3 സ്പൂണും ബാക്കി ഓരോന്നും ഓരോ സ്പൂൺ വീതവും. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തതെന്ന് പറയാം. ഇത് ഒരു 2 സ്പൂൺ കോഫി പൗഡറും 2 സ്പൂൺ ടീ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്ത വെള്ളമാണ് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. ഒരു 2 ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് 1 ഗ്ലാസ് ആക്കി ഞാൻ മാറ്റിയിട്ടാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ചൂടോടെ തന്നെ ആ ഒരു നമ്മൾ വെള്ളം പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ ആ ഒരു ചൂടിൽ തന്നെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പല സമയത്ത് ഞാൻ പല വീഡിയോസിലും ഈ ഒരു പാക്ക് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിലൊക്കെ ഈ ഒരു പാക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകാം. അപ്പം അന്ന് മുതലേ ചെയ്യണ ഒരു പാക്കാണ് കേട്ടോ. പക്ഷെ ഞാനിത് ചെയ്തു തുടങ്ങിയിട്ട് അത് വീഡിയോസിലാണ്. പക്ഷെ ഞാനിത് ഒരു എന്താ പറയുക, ഒരു ഡിഗ്രിയൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഹെയർ പാക്കാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. എനിക്ക് എന്താ പറയുക, അത്രത്തോളം ബെനിഫിറ്റുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെയും ഈ ഒരു ഹെയർ പാക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഹെന്ന പാക്ക് എന്നൊക്കെ വിളിക്കാം. അത്രത്തോളം നല്ലൊരു ഹെയർ പാക്കാണിത്. മൈലാഞ്ചി നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മുടെ അകാല നരയ്ക്കാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും അടിപൊളിയാണ് ഈ ഒരു മൈലാഞ്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചെമ്പരത്തി പൂവ്, അതുപോലെ നമ്മുടെ കറിവേപ്പില, ആര്യവേപ്പില, ഇവയെല്ലാം നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കൊടുക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മുടി നന്നായിട്ട് ആ ഒരു ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും. സോ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ തേയിലവെള്ളം മാത്രമല്ല കോഫി പൗഡറും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇവയെല്ലാം. അപ്പം നമുക്കിതൊരു അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഇത് നിങ്ങൾ ചാലഞ്ച് എടുക്കണില്ല എങ്കിൽ കൂടി നിങ്ങൾക്കൊരു വീക്ക്ലി അല്ല കേട്ടോ, ഒരു മന്ത്ലി ടോയ്സൊക്കെ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് ഹെയർ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത്. സ്കാൽപ്പിലേക്ക് തലേദിവസമായിട്ട് തന്നെ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്ത് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നെറ്റിയേറലിൻ്റെ ഭാഗങ്ങളിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതൊരു തിക്കായിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വിടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇത് മൊത്തത്തിലൊന്ന് കഴുകി കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നങ്ങ് പോരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിൽ കഴുകി കളയാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ എന്താ പറയുക മുടിയൊക്കെ കുറേ നമ്മുടെ കയ്യിൽ പോരും, അതുപോലെ തന്നെ ജട കെട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുക. അതിന് ശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എന്താ പറയുക ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. പിന്നെ ഇത് നമുക്കൊരു 1 മണിക്കൂർ വെച്ചേക്കാം കേട്ടോ ഈ ഒരു ഹെയർ പാക്ക്. ഈ ഒരു തണുപ്പ് ഇത് അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾക്ക് തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് വെച്ചേക്കാൻ പറ്റുമോ ആ ഒരു സമയത്ത് അത്രത്തോളം നിങ്ങൾ വെച്ചാൽ മതിയാകും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും സ്യൂട്ടാകുമോ എന്നെനിക്കറിയില്ല. ഇനി സ്യൂട്ടാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ഹെയർ പാക്കുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും എല്ലാം സ്യൂട്ടബിൾ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ അതിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടിയുടെ ലെങ്തിലേക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് മുടിയുടെ ലെങ്തിലേക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാളത്തെ ഡേയിൽ നമുക്ക് ഹെയർ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് നിങ്ങൾക്ക് ഹെയർ ഓയിൽ വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ രാത്രിയിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം വളരെ കുറച്ച് ഓയിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നാളത്തെ ഡേയിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടി ഓയിലിട്ടിട്ട് വെറുതെ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാം. ഇനി നൈറ്റ് ഓയിൽ വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നാളെ കുളിക്കുന്നതിൻ്റെ മുൻപ് ഒരു മണിക്കൂർ മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാൽപ്പിലേക്കും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.